ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിയെ നിയോഗിച്ചു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് 4 ദിവസം ശേഷിക്കെ പ്രചാരണം ഊർജിതം. പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായുള്ള പരിശോധനകളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. രക്തബാങ്കുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാവുന്ന ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി ആപ്ലിക്കേഷൻ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് രക്തദാന ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി വനം വകുപ്പ് ആവിഷ്കരിച്ച വിത്തൂട്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ജർമ്മനിയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ സുരുചി സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഉന്നതതല സമിതിയെ രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വിമാന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ കമ്മിറ്റി പരിശോധിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉന്നതതല സമിതി മുന്നോട്ടുവയ്ക്കും. നാളെ ആരംഭിക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കാനഡയിലാണ് ഉച്ചകോടി. കൂടിക്കാഴ്ചകളിൽ പശ്ചിമേഷ്യൻ സംഘർഷവും ചർച്ചയാകുമെന്നാണ് സൂചന. ഓപ്പറേഷൻ സിന്ദൂറും ലോക നേതാക്കളുമായുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമായേക്കും. ജൂൺ 17 വരെയാണ് G7 ഉച്ചകോടി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് 4 ദിവസം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ 2 ദിവസം നിലമ്പൂരിലുണ്ടാകും. വഴിക്കടവിലും എടക്കരയിലും ഇന്ന് വൈകിട്ട് നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണത്തിനായി മുതിർന്ന നേതാവും MPയുമായ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തി. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിനായി സംസ്ഥാന നേതാക്കൾ അടക്കം മണ്ഡലത്തിലുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന വാഹന പരിശോധനകളുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ VR വിനോദ് അറിയിച്ചു. ഇത് സംബന്ധിച്ച് പുറത്തുവന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ നടപടികൾ ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകളാണ് നടന്നുവരുന്നതെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. നിലമ്പൂരിൽ ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ചക്രവാത ചുഴിയുടെയും പടിഞ്ഞാറൻ കാറ്റിന്റെയും സ്വാധീനത്താൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മലയോര കടൽത്തീര മേഖലയിലേക്കുള്ള വിനോദയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിൽ ജനജീവിതം ദുസ്സഹമായി. സ്കൂളുകളിലടക്കം പലയിടങ്ങളിലും വെള്ളം കയറി. ചേർത്തല താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. കഴിഞ്ഞ ഒരാഴ്ചയായി കുട്ടനാട്ടുകാർ അനുഭവിക്കുന്ന മഴക്കെടുതി തുടരുകയാണ്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആയിരക്കണക്കിന് വീടുകൾ വെള്ളത്തിലാണ്. കുട്ടനാട്ടിൽ 396 കുടുംബങ്ങൾക്കായി 20 കഞ്ഞി വീഴ്ത്തൽ കേന്ദ്രങ്ങൾ തുറന്നു. വീടുകൾ വെള്ളത്തിലായതിനാൽ ആഹാരം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കഞ്ഞി വീഴ്ത്തൽ കേന്ദ്രങ്ങൾ തുറന്നത്. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളും അവയുടെ കൈവഴികളും കര കവിഞ്ഞൊഴുകുകയാണ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പേപ്പാറ ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം തുറന്നു. അരുവിക്കര ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി ഉയർത്തും. ഇരു ഡാമിന്റെയും കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനുള്ള സ്വച്ഛ് സർവേക്ഷൺ ഗ്രാമീൺ സർവേ ചൊവ്വാഴ്ച ആരംഭിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീണിന്റെ ഭാഗമായി രാജ്യത്ത് തെരഞ്ഞെടുത്ത 21,000 വില്ലേജുകളിലാണ് സർവേ. കേരളത്തിൽ 450 വില്ലേജുകളിലാണ് പരിശോധന. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി വനം വന്യജീവി വകുപ്പ് ആവിഷ്കരിച്ച ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി വിത്തുണ്ടകളുടെ പ്രചാരണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് നിർവഹിക്കും. കോഴിക്കോട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമാണ് ഹരിതാഭ വർദ്ധിപ്പിച്ചും മണ്ണിന് കവചം ഒരുക്കിയും മെച്ചപ്പെട്ട പരിസ്ഥിതി സേവനങ്ങൾ ഉറപ്പാക്കുക എന്നത്. ഇതിനായുള്ള ലളിതമായ മാർഗമാണ് വിത്തുണ്ടകളുടെ പ്രചരണം. പരിസ്ഥിതി പുനഃസ്ഥാപനം, പാരിസ്ഥിതിക സേവനങ്ങളുടെ അളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. മണ്ണിന്റെയും ജൈവവളത്തിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ പ്രാദേശിക സസ്യങ്ങളുടെ വിത്തുകളാണ് വിത്തുണ്ടങ്ങളിൽ ഉള്ളത്. സംസ്ഥാനത്തുടനീളമുള്ള ഉൾവനമേഖലയിൽ പ്രചരണത്തിനായി ഇതിനോടകം തന്നെ 4 ലക്ഷത്തിലധികം വിത്തുണ്ടകൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള, നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 നീട്ടി. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം. അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇന്ന് ലോക രക്തദാന ദിനം. രക്തം നൽകൂ, പ്രത്യാശ നൽകൂ, ഒരുമിച്ച് നമുക്ക് ജീവൻ രക്ഷിക്കാം എന്നതാണ് ഈ വർഷത്തെ രക്തദാന ദിന സന്ദേശം. രോഗാവസ്ഥയിലും അപകടനിലയിലുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും സന്നദ്ധ രക്തദാനത്തിലൂടെ സാധിക്കും. രക്തം ദാനം ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നവർ വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ രക്തബാങ്കുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യമാവുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി ആപ്ലിക്കേഷൻ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സുരക്ഷിത രക്തദാനത്തിനും ബോധവൽക്കരണത്തിനുമായി കേരള പോലീസിന്റെ പോൽ ബ്ലഡ് സംവിധാനം സജീവമാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യക്കാർക്ക് രക്തദാനത്തിന് സഹായകരമാകുന്ന പോൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നും സന്നദ്ധ രക്തദാനത്തിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്നും പോൽ ബ്ലഡിന്റെ കൺട്രോളിംഗ് ഓഫീസറും തിരുവനന്തപുരം SAP കമാൻഡന്റുമായ ഷെഹൻഷാ KS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പോൾ ആപ്പിൽ നിന്നും പോൾ ബ്ലഡ് എന്നുള്ള ഒരു ടാബ് ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരെ ഒരു ഡാറ്റാബേസ് ഞങ്ങൾ ജനറേറ്റ് ചെയ്യും. എമർജൻസീസ് വരുമ്പോൾ വി ട്രൈ ടു കോൺടാക്ട് ദോസ് പീപ്പിൾ. സെക്കൻഡ് ഫേസ് ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് 5000-ഓളം ബ്ലഡ് ഡൊണേഷൻ, അതുപോലെ തന്നെ 2 ലക്ഷത്തോളം ബ്ലഡ് യൂണിറ്റ്സും ആണ് ഞങ്ങൾ ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ വോളണ്ടറി ആയിട്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് നടത്തുന്നു. ബ്ലഡ് യൂണിറ്റ് കളക്ട് ചെയ്യുന്നതിന്റെ മൊത്തം 7% പോൾ ആപ്പിൽ മുഖേന്ദ്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ കുടുംബശ്രീ ഡെവലപ്മെന്റ് മിഷനായിട്ട് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ലോക്കൽ ലെവലിലോട്ട് കൂടുതൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് പ്ലാൻ ചെയ്യുന്നു. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ സുരുചി സിംഗിന് സ്വർണം. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ഇതേ ഇനത്തിൽ തുടർച്ചയായി 3-ാം തവണയാണ് സുരുചി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടുന്നത്. ചൈനീസ് താരത്തിനാണ് വെങ്കല മെഡൽ. ലോകകപ്പിൽ 3 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. ലോർഡ്സിൽ നടക്കുന്ന ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുൻതൂക്കം. 282 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക 2 വിക്കറ്റിന് 213 റൺസ് എന്ന നിലയിലാണ്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ഇന്ന് പൂജകളൊന്നും ഉണ്ടാവില്ല. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നാളെ നടക്കും. അക്കരെ ദേവസ്ഥാനത്ത് മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പേർ ഇന്നലെ തൊഴുതുമടങ്ങി. കൊല്ലം പത്തനാപുരത്ത് പ്രതിയുമായി പോയ പോലീസ് ജീപ്പ് മറിഞ്ഞ് 2 പോലീസുകാർക്ക് പരിക്കേറ്റു. പത്തനാപുരം സ്റ്റേഷനിലെ വാഹനമാണ് മറിഞ്ഞത്. പ്രധാന വാർത്തകൾ വീണ്ടും. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിയെ നിയോഗിച്ചു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് 4 ദിവസം ശേഷിക്കെ പ്രചാരണം ഊർജിതം. പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായുള്ള പരിശോധനകളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. രക്തബാങ്കുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്ന ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി ആപ്ലിക്കേഷൻ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് രക്തദാന ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി വനം വകുപ്പ് ആവിഷ്കരിച്ച വിത്തൂട്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ജർമ്മനിയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ സുരുചി സിംഗിന് സ്വർണം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.